ഹോസ് വേണം, പിന്നെ സ്വിച്ചുകൾ വേണം, ഹോൾഡർ വേണം. അതല്ലേ കോഴി ഫാമിലിക്കായിരിക്കും. കോഴി ഫാമിലി സ്പ്രിംഗ് ഹോസ് ആയിരിക്കും അല്ലേ? അതെ. നമ്മളിപ്പോ നേരത്തെ ഒരാൾക്ക് എടുത്തിട്ടുണ്ട്, അതിന്റെ ബാക്കി ഒന്ന് എടുക്കാം. 50 മീറ്റർ വേണം അല്ലേ? ഇല്ല, കുറച്ച് മതി. അന്ന് കൊണ്ട് ഇത് ബാലൻസ് ആണ്. അപ്പൊ ബ്ലാക്ക് ഹോസ് എടുക്കാം, സ്പ്രിംഗ് ഹോസ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കാം അല്ലേ? അതെ. ശരി, ഇരിക്കും. പിന്നെ ഈ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ സാധനം ഇതുപോലെ 5 ഹോൾഡർ ഉണ്ട്, ബെഡ് സ്വിച്ച് ഉണ്ട്. ഇനി എന്താണ് നമുക്ക് എടുക്കേണ്ടത്? അത്ര മതി അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി അത് അളന്നൂല്ലേ? 6 ഓക്കെ. അപ്പൊ സെറ്റപ്പായി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കോഴി ഫാം തുടങ്ങിയിട്ട് എത്രയും മോനേട്ടാ? 10 വർഷമായി. 10 വർഷമായി. ഇപ്പൊ എവിടേക്കാ കോഴിയൊക്കെ? ആദ്യമേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ആണോ? ബാക്കി സർവീസ് മെറ്റീരിയൽസ് ഒക്കെ അവരാണ്. അതല്ലേ? ഓ. അപ്പൊ നമുക്ക് എത്ര, 1 മാസം ഉള്ളപ്പോഴാണ് കോഴിക്കുട്ടികളെ തരിക? അതോ വിരിഞ്ഞിറങ്ങിയ അന്നേ തന്നെ? 2ാം ദിവസം 3ാം ദിവസം? അന്നത്തെ ദിവസത്തോ? എന്നിട്ട് എത്ര ദിവസം നമ്മൾ കോഴി ഫാമിൽ നോക്കണം? 40 ദിവസം ഏകദേശം. അതില് 1 ദിവസം 2 ദിവസം അങ്ങോട്ട് മുന്നോട്ട് പുറകോട്ട് വരാം. ദിവസമായിട്ട് അവർക്ക് പിടിച്ചു കൊടുക്കും. അപ്പൊ ഏകദേശം 1 കിലോ ആയിട്ടുണ്ടാവോ? 1 കിലോ അല്ല, 2 കിലോ. 2 കിലോ ആവും. 40 ദിവസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ അവർക്ക് ഒരു 10 ദിവസം വിൽക്കാനുള്ള സമയം വേണം അല്ലേ? പിന്നെ വിൽക്കാന്നില്ല, അവർ പിടിച്ചോണ്ട് അന്നല്ല, പിറ്റേ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് സെയിലായി വരല്ലോ. സെയിലായി. പിന്നെ നമ്മള് ഭക്ഷണശാലയിലേക്ക് എത്തുമ്പോഴേക്ക് എങ്ങനെ ഒരു 10 ദിവസം വേണ്ടേ? അതൊന്നും ആവില്ല. അതൊക്കെ അന്നേ തന്നെ സ്പോട്ടിൽ തന്നെ കഴിയില്ല. ഇന്ന് ഓരോ ദിവസം പിടിക്കല്ലേ. അതെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ഇറച്ചിക്കോഴി എന്ന് പറയുന്ന ഈ സാധനം ആയുസ് ഏകദേശം 50 ദിവസം. അത് പരമാവധിയാണ്. 40 ദിവസം, 45 ദിവസം. പരമാവധി 45 ദിവസം. അതെ. ഓക്കെ. അതാണ് അവരുടെ ജീവിത രീതി അല്ലേ? അപ്പൊ ഇങ്ങനെ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതെ. അപ്പൊ നമ്മള് പഠിക്കാറുണ്ടാവും? പണിക്കാരൊന്നുമില്ല. പണിക്കാര് അത്യാവശ്യ കാര്യങ്ങൾക്ക് കൂട്ടും, ബാക്കി സ്വന്തമായിട്ട് തന്നെ. ആണോ അല്ലേ? നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യാറ്. അതെ. അപ്പൊ ഒരു മടുപ്പൊന്നും തോന്നുന്നില്ലേ? മടുപ്പ് നമ്മളെല്ലാവരും മടുപ്പുണ്ടായാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഓ, അങ്ങനെ പറ്റില്ല. ഏത് കാര്യം അങ്ങനെ. അപ്പൊ അതിന് സന്തോഷം കണ്ടെത്തും. ഓ, തീർച്ചയായിട്ടും. അതല്ലേ? ഓക്കെ. ശരി. സാധനം പാക്ക് ചെയ്തിട്ടോ? ഓക്കെ, റെഡി.